ഹലോ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നൊരു ഈദ് വ്ളോഗാണ്. ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ വളരെ റാൻഡമായിട്ട് എന്നാൽ ഇന്നൊരു ഈദല്ലേ, ഈദ് വ്ളോഗ് എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. സാധാരണ ഒരു വ്ളോഗൊക്കെ എടുക്കുമ്പോൾ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇത്തവണ അങ്ങനെ പ്ലാനിങ് ഒന്നും ഉണ്ടായില്ല. രാവിലെ എഴുന്നേറ്റു, പെട്ടെന്ന് തന്നെ എന്തെങ്കിലും നമുക്കൊരു വ്ളോഗിന് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വിഷ്വൽസ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, മുറിയൊക്കെ കുറച്ച് അലങ്കോലമായിരുന്നു. അപ്പോൾ ഈദായതുകൊണ്ട് ഒന്ന് ക്ലീൻ ആക്കിയേക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാണ്. പെരുന്നാളായിട്ട് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും റെഡിയായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതിനു മുമ്പ് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ട്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ട്. സാധാരണ ഒരു വീഡിയോ എടുക്കുന്ന എഫേർട്ടിലൊന്നും ഞാൻ ഈ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു സെക്കൻഡ് തോട്ട് വന്നു, ഇത് അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എടുത്തതല്ലേ, അപ്ലോഡ് ചെയ്തേക്കാം, ഒരു മെമ്മറി ആയിട്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ പറയാനുള്ളത്, എൻ്റെ കോളേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി വൈവ കൂടി ഉണ്ട്, അത് അത്ര വലിയ പ്രശ്നമില്ലല്ലോ. അപ്പോൾ 10-ാം തീയതിക്കുള്ളിൽ കോളേജും കാര്യങ്ങളൊക്കെ കഴിയും. അപ്പോൾ നമുക്ക് ഇനി കുറച്ചും കൂടി ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോസൊക്കെ ഇടാം. പിന്നെ നമ്മുടെ ഓർഗനൈസിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുറിയൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണ്. പെരുന്നാളിന് ദിവസങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ദിവസം മാത്രമാണ് ഇതിൽ നിന്ന് ഗ്ലാസും പ്ലേറ്റൊക്കെ എടുക്കുന്നത്. അത് പിന്നെ ഒട്ടുമിക്ക വീടുകളുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടീയും അതുപോലെ ബ്രെഡും സ്റ്റൂവും ആയിരുന്നു. ഞങ്ങൾ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എല്ലാ പെരുന്നാളുകൾക്കും മോർണിംഗ് ചിക്കൻ സ്റ്റൂവും അതുപോലെ അപ്പമായിരിക്കും. ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ബ്രെഡാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഈ ഒരു യെല്ലോ ഷോൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് കിട്ടിയതാണ്. എനിക്കാണെങ്കിൽ ഈ ഒരു കളറൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുളിച്ചൊക്കെ വന്ന് ഡ്രസ്സൊക്കെ ഇട്ട് ഇനി ചെറിയൊരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒന്നുമില്ല, മോയ്സ്ചറൈസറും ഫൗണ്ടേഷനും ഇടുന്നുണ്ട്. മുടി അഴിച്ചിടണോ കെട്ടി വെക്കണോ എന്നായിരുന്നു എൻ്റെ ഡൗട്ട്. പിന്നെ ഞാൻ മുടി അഴിച്ചെന്നെ ഇട്ടു. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അങ്ങനെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ വക കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ടു. ഇതാണ് എൻ്റെ സിസ്റ്റർ, ഇവളുടെ പേര് റിസ എന്നാണ്. പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും മമ്മാടെ വീട്ടിലേക്ക് പോയി. ആ ചെറുത് എൻ്റെ മാമാടെ കൊച്ചാണ്. ഹേച്ചു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, ഹേസൽ എന്നാണ് പേര്. പിന്നെ ഉച്ചയായപ്പോഴേക്കും ബിരിയാണിയാണ്. ആസ് യൂഷ്വൽ എന്തായാലും ബിരിയാണി ആയിരിക്കുമല്ലോ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയി. ഈ വീടെന്ന് പറയണത് മമ്മാടെ ഉമ്മാടെ വീടാണ്. എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മദർ അല്ല, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവിടുത്തെ വീടിൻ്റെ ഒരു ലുക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു വിൻറ്റേജ് വൈബാണ്. പഴയ വീടാണെങ്കിലും ഭയങ്കര രസമാണ് കാണാൻ. അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ നല്ല രസമാണ്. ഒരുപാട് സ്ഥലമുണ്ട് ബേസിക്കലി. അതുപോലെ ഒരുപാട് മരങ്ങളും നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസാണ്. ഓക്കേ, താങ്ക് യു.
Like, share, and subscribe. Like, YouTube channel. Share and subscribe. ഇവിടെയാണെങ്കിൽ ഒരുപാട് സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടേക്കും ഇവിടേക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറേ കാലത്തിന് ശേഷം വീട്ടുകാരൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടണ ഒരു സമയമാണല്ലോ. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന് സംസാരിച്ചു, കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു, അതുപോലെ ചായയും കടിയും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ ഒരു സൺസെറ്റൊക്കെ കണ്ട് ഒരു ഈവനിങ് ഒരു 5 അല്ലെങ്കിൽ 6 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ വീട്ടിലെത്തിയത് ഒരു 8 മണി ആയപ്പോഴാണ്. ഈദ് മുബാറക്കിൻ്റെ ഇങ്ങനത്തെ ഒരു കാർഡ് ഹേച്ചുണ്ടാക്കി തന്നതാണ്. അവൾ പെരുന്നാളിൻ്റെ തലേ ദിവസം വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി എല്ലാവർക്കും അതിലൊരു പെരുന്നാപ്പടിയും വെച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഒരാൾക്ക് പോലും അവൾ കൊടുക്കാതിരുന്നില്ല. വീട്ടിലെ എല്ലാ മെമ്പേഴ്സിനും അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അവൾ കൊടുത്തു. പിന്നെ ഈ ഒരു പൈസ അവൾ കൊടുത്തത് അവളുടെ സേവിങ്സിൽ നിന്നും കൂടെയാണ്. അപ്പോൾ ആ ഒരു ചെറിയ കൊച്ചാണെങ്കിലും അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവുക എന്നുള്ളതും അങ്ങനെ കൊടുക്കാൻ പറ്റുകയെന്നൊക്കെ ഉള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ അവിടെ പോയപ്പോൾ ഞാൻ 2 ബുക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒന്ന് ആൽക്കമിസ്റ്റാണ്, പിന്നെ വേറൊരു ബുക്കുണ്ട്. അപ്പോൾ ഇത് രണ്ടും വായിക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ചെറിയ പെരുന്നാൾ ആഘോഷം. വലിയ ആഘോഷമൊന്നും ഉണ്ടായില്ല, പക്ഷെ എല്ലാവരെയും കാണാൻ പറ്റി. കുറച്ചായി എല്ലാവരെയൊക്കെ കണ്ടിട്ട്. അപ്പോൾ എല്ലാവരെയും കണ്ടു, സംസാരിച്ചു, കുറേ ടൈം നല്ലപോലെ സ്പെൻഡ് ചെയ്തു, കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ നല്ല ഒരു ദിവസം അങ്ങനെ കടന്നുപോയി. അപ്പോൾ ഇത്തവണത്തെ ഈദ് നല്ല അടിപൊളിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ ഈദ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.